കഞ്ചാവ് കേസുകളിൽ റാപ്പർ വേടൻ കൂടുതൽ കുരുക്കിലേക്ക്. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കയ്ക്കെതിരായ പോലീസ് അന്വേഷണം ഇഴയുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പുലിപ്പല്ല് ലോക്കറ്റ് കേസിൽ റാപ്പർ വേടനെ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് കസ്റ്റഡി നടപടി. പെരുമ്പാവൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേത്. വേടന്റെ ജാമ്യാപേക്ഷ മെയ് 2-ന് പരിഗണിക്കും. വേടനെ 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു വനംവകുപ്പ് ആവശ്യപ്പെട്ടതെങ്കിലും നാളെ വൈകുന്നേരം 5 വരെയാണ് പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. കസ്റ്റഡിയിൽ ലഭിച്ച വേടനെയും കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ തെളിവെടുത്തു. പുലിപ്പല്ല് രൂപമാറ്റം വരുത്തി ലോക്കറ്റ് മാതൃകയിലാക്കിയ തൃശൂരിലെ ജുവലറിയിലെത്തിച്ചും തെളിവ് ശേഖരിക്കും. മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കുമ്പടി എന്ന ആരാധകൻ സമ്മാനമായി നൽകിയതാണ് പുലിപ്പല്ലെന്നാണ് വേടൻ നൽകിയ മൊഴി. ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. ഇന്നലെ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് വേടനെ വനംവകുപ്പിന് കൈമാറിയത്. കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യൽ. ഇന്നലെ പകൽ വേടന്റെ ഫ്ളാറ്റിൽ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന തുടർന്നതിനിടെയാണ് മാലയിലെ പുലിപ്പല്ല് ലോക്കറ്റിൽ വനം വകുപ്പും പരിശോധന നടത്തിയത്. തുടർന്ന് ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തി വനം വകുപ്പും വേടനെതിരെ കേസെടുക്കുകയായിരുന്നു. അത് ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്, വിയ്യൂരിനടുത്തൊരു സ്ഥലത്താണ് ഒരു ജുവലറിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഹണ്ടിങ് ആണ് ഇമ്പോർട്ടൻറ്റ് വകുപ്പ്. അതിൽ 3 to 7 years വരെ പണിഷ്മെന്റ് ഉണ്ട്, മാക്സിമം 7. പിന്നെ 25,000 അല്ലാതെ ഉള്ളത്. പിന്നെ ഈ ഈവൻ ഹണ്ടിങ്ങിൻ്റെ ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ ഉള്ളത് ഇല്ലിസിറ്റ് അനധികൃതമായി ഇത് കയ്യിൽ വെക്കുന്നത്, അതും കുറ്റകരമാണ്. ആ 2 കേസുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മേജറായിട്ടുള്ളത്. ജനം, കൊച്ചി. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പോലീസ് അന്വേഷണം ഇഴയുന്നു. ഷൈൻ താമസിച്ച ഹോട്ടലിലെത്തിയ ലഹരി ഇടപാടിലെ പ്രധാന കണ്ണി സജീറിനടക്കം കണ്ടെത്താനായിട്ടില്ല. ഷൈൻ ലഹരി ഉപയോഗിച്ചതോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനാ ഫലവും വൈകുന്നു. അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ലഹരി ഉപയോഗവും ഇടപാടുകളുമുള്ള സിനിമാ മേഖലയിലുള്ളവരെ കുറിച്ച് ഷൈൻ ടോം ചാക്കോ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇടനിലക്കാരെ കുറിച്ചോ ലഹരി എത്തിക്കുന്നവരെ കുറിച്ചോ വിവരങ്ങൾ കൈമാറിയിട്ടില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചതിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നെങ്കിലും പിന്നീട് ചോദ്യം ചെയ്യൽ മാറ്റിയിരുന്നു. NDPS നിയമത്തിലെ 27, 29 വകുപ്പുകൾ പ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ 238 വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരുന്നത്. മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ച ഷൈനിന്റെ മുടിയിഴകളും നഖത്തിന്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വിശദമായ അന്വേഷണത്തിന് ശേഷം മതി കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതെന്ന നിർദ്ദേശമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലദത്യ നൽകിയിരിക്കുന്നത്. പോലീസ് പിടിച്ചെടുത്ത ഷൈനിന്റെ ഫോണുകളുടെ പരിശോധനയും പൂർത്തിയായിട്ടില്ല. ഇതും അന്വേഷണം വൈകിക്കുകയാണ്. ഷൈൻ താമസിച്ച ഹോട്ടലിൽ സജീർ എത്തിയത് എന്തിനാണെന്നും ഷൈനിന്റെ ഗൂഗിൾ പേ പണമിടപാടുകളിലും പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടില്ല. വാട്സാപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ജനം, കൊച്ചി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ റിയാലിറ്റി ഷോ താരത്തിൻ്റെയും സിനിമാ നിർമ്മാണ സഹായിയുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കഞ്ചാവ് കടത്തിയതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേരിട്ട് ബന്ധമുള്ളതിൻ്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ലഹരിയിൽ നിന്ന് മുക്തി നേടാനുള്ള ശ്രമത്തിലാണ്
ശ്രമത്തിലാണെന്ന് ശ്രീനാഥ് ബാസി ഇന്നലെ എക്സൈസിനെ അറിയിച്ചു. അതേസമയം ഷൈൻ ടോം ചാക്കോ ലഹരിമുക്ത ചികിത്സ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ല. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായ ജിൻഡോയും നിർമ്മാതാവിന്റെ സഹായി ജോഷിയുമാണ് ഇന്ന് ഹാജരായത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഒന്നാം പ്രതി തസ്ലീമയുമായി എന്തിനാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതെന്നറിയാനാണ് ഇരുവരെയും വിളിച്ചു വരുത്തിയത്. ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ചെറിയ പൈസ സെൻഡ് ചെയ്താൽ പോലും ഞാൻ പൈസ സെൻഡ് ചെയ്തതിന് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആളുടെ അച്ഛന് സുഖമില്ല, കറക്റ്റ് തെളിവാട്ടോ, നിങ്ങൾ കേട്ടോ, ആളുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പൈസ ഇട്ട് കൊടുത്തു. ഒരു 8,000 രൂപ, 8,000 കൊടുത്തു, ഒരു കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം, അത് കഴിഞ്ഞപ്പോഴേക്കും 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 10 ദിവസം ആയില്ല, അതിന് മുമ്പ് ചോദിക്കുക രാവിലെ തന്നെ വിളിച്ചിട്ട് പറയാം അപ്പം മരിച്ചു എന്ന് പറയണം. അപ്പോൾ അപ്പം മരിച്ചു ഒരു 1000 രൂപ വരുമ്പോൾ വണ്ടിക്കാശിന് പോകാനെന്ന് പറയണം. അപ്പോൾ അത് തന്നെ ഞാൻ 1000 രൂപ ചോദിച്ചപ്പോൾ 2,000 രൂപ കൊടുത്തു. ഇനി വേറെ ആൾക്കാരോടും ചോദിക്കണ്ട, നിങ്ങൾ നേരെ വിട്ടു പോകും, അപ്പം മരിച്ചല്ലേ എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരെ എനിക്ക് കിട്ടുന്നു. ഇത്രയും കാര്യം ഞാൻ ചെയ്തുള്ളൂ. അല്ല, ഞാൻ വർഷങ്ങളോട് അറിയുന്നൊരു ലേഡിയാണ്. ഇല്ല, ഞാൻ നമ്മൾ ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരു 10, 200, 300 ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കൂല. ഞാൻ അത്യാവശ്യം കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അല്ല, സൗമ്യമായിട്ട് ബന്ധമില്ല കേട്ടോ. സൗമ്യ എനിക്കറിയില്ല, ജസ്റ്റ് ടീന എനിക്ക് അറിയുള്ളൂ. തസ്ലിമ എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചപ്പോഴാണ് അറിയണം ഇങ്ങനെ ഒരു പേരാണ്. ക്രിസ്റ്റീന. ഇന്നലെ തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച നടൻ ഷൈൻ ടോം ചാക്കോ അവിടെ ചികിത്സയിൽ തുടരുകയാണ്. ചികിത്സ പൂർത്തിയാകാതിരിക്കുകയോ വീണ്ടും ലഹരി കേസിൽ പെടുകയോ ചെയ്താൽ ഷൈനിന് നിയമ നടപടികൾ നേരിടേണ്ടി വരും. നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടെന്ന ശ്രീനാഥ് ഭാസിയും എക്സൈസിനോട് വെളിപ്പെടുത്തി. ലഹരി മുക്തനാകാനുള്ള ആഗ്രഹവും ശ്രീനാഥ് ഭാസി പ്രകടിപ്പിച്ചു. സിനിമാ മേഖലയിലെ 5 പേരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുള്ളതിന്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ മാസം 1-ാം തീയതി രാത്രിയിലാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് 2 കിലോയിലധികം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടിയത്. തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ. 3 പേരും റിമാൻഡിലാണ്. ജനം, ആലപ്പുഴ. കോഴിക്കോട് ജില്ലയിൽ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ ഭ്രമ കേന്ദ്രം തേടി പോലീസ്. കോഴിക്കോട് കുന്നമംഗലത്തെ MDMA കേസിൽ മുഖ്യപ്രതിയായ നൈജീരിയൻ പൗരനെ നോയിഡയിൽ നിന്ന് പിടികൂടി. നേരത്തെ കേസിൽ 2 ടാൻസിയൻ പൗരന്മാരും പിടിയിലായിരുന്നു. വിദേശ ഇടപാടുകളടക്കം പരിശോധിച്ച് നടപടി ശക്തമാക്കാനാണ് പോലീസ് നീക്കം. കാരന്തൂരിലെ ലോഡ്ജിൽ നിന്ന് MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയാണ് പോലീസിന്റെ വലയിലായത്. ഫ്രാങ്ക് സിയ എന്ന നൈജീരിയൻ സ്വദേശിയെ നോയിഡയിലെത്തിയ പോലീസ് പിടികൂടുകയായിരുന്നു. നേരത്തെ പിടിയിലായ ടാൻസാനിയൻ സ്വദേശികളിൽ നിന്നാണ് ഫ്രാങ്ക് സിയയെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഒരു ഫാർമസിസ്റ്റ് ആയിട്ടൊരാളെ ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുക്കിംഗ് ആയിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധിച്ച് വരികയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾ എവിടെയായാലും അവിടെ പോലീസ് എത്തുന്നതാണ്. ഡൽഹിയിൽ നോയിഡയിൽ പോയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പല അക്കൗണ്ടുകളും മ്യൂൾ അക്കൗണ്ടുകളാണ്. നമ്മൾ പലപ്പോഴും ചെറിയ ലാഭത്തിന് വേണ്ടി 10, 500, 1000 കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ അക്കൗണ്ട് എടുത്ത് കൊടുക്കുകയാണ്. ആ അക്കൗണ്ടിലൂടെ വളരെ ലക്ഷക്കണക്കിന് രൂപയാണ് അക്കൗണ്ടിൽ പറയുന്നത്. 32 മ്യൂൾ അക്കൗണ്ടുകളാണ് ഞങ്ങൾ ഇതിനു വേണ്ടി പിടിച്ചത്. കൊണ്ടുവന്ന പ്രതിയുടെ കയ്യിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളാണ് പിടികൂടിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 3 ATM കാർഡ് ഉണ്ട്, 7 സിം കാർഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ഇയാളുടെ പേരുടെ അല്ല, ഇയാളുടെ കയ്യിൽ നിന്ന് സാധനം കിട്ടുകൊണ്ട് മാത്രമാണ് ഇയാളുടെ കയ്യിൽ പൊസിഷനുള്ള കാര്യം പറയാൻ പറ്റുന്നത്. ജനുവരി 21 നടന്ന പരിശോധനയിൽ 227 ഗ്രാം MDMAയുമായാണ് മുസമ്മിൽ, അഭിനവ് എന്നിവർ പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ മുഹമ്മദ് ഷമീൽ എന്നയാളിലേക്കും തുടർന്ന് ടാൻസാനിയക്കാരായ ഡേവിഡ് എന്നറി, അക്ക ഹറൂണ എന്നിവരിലേക്ക് പോലീസ് എത്തി. കേസിൽ കൂടുതൽ പേർ പിടിയിലാവാനുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജനം, കോഴിക്കോട്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസിനെ തൃശൂരിലെത്തിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ബംഗളൂരുവിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രത്യേക പോലീസ് സംഘമാണ് പ്രതിയെ ഇന്നലെ പിടികൂടിയത്.
ദാസിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്ന് പിടിയിലാകുന്നത്. 72 ദിവസമാണ് വ്യാജലഹരി കേസിൽ ഷീല സണ്ണിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത്. വ്യാജലഹരി സ്റ്റാമ്പുകൾ ഷീല സണ്ണിയുടെ ബന്ധുക്കൾ തന്നെ ബാഗിൽ വയ്ക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഷീലയുടെ മകന്റെ ഭാര്യയുടെ സഹോദരി നാരായണദാസുമായി ചേർന്ന് ലഹരി സ്റ്റാമ്പുകൾ ബാഗിൽ വയ്ക്കുകയും പിന്നീട് എക്സൈസിനെ കൊണ്ട് പിടിപ്പിക്കുകയുമായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയത് മരുമകളുമായുള്ള കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മകനുമൊത്ത് ഷീല സണ്ണി ഇറ്റലിയിലേക്ക് പോകാൻ തീരുമാനിച്ചതും കള്ളക്കേസിൽ കുടുക്കാൻ കാരണമായെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയെ കേസിൽ പ്രതി ചേർത്തു. ലിവിയ ജോസിനെ കേസിൽ അന്വേഷണ സംഘം 2ാം പ്രതിയാക്കി. നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്ന് ലിവിയ വ്യാജലഹരി സ്റ്റാമ്പുകൾ വാങ്ങുകയായിരുന്നുവെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതി ചേർത്തത്. ഷീല സണ്ണി ലഹരി സ്റ്റാമ്പുകൾ വിൽക്കുന്നുവെന്ന് എക്സൈസിന് വിവരം കൈമാറിയത് നാരായണദാസ് ആണെന്നും അന്വേഷണ സംഘം പറയുന്നു. ഗുരുതരമായ കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് SIT അന്വേഷണ തലവൻ VK രാജു പറഞ്ഞു. ജനം, തൃശൂർ. കണ്ണൂർ പായം സ്വദേശിയായ സ്നേഹയുടെ ആത്മഹത്യ ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും പീഡനം കാരണമെന്ന് പരാതി. ആരോപണം ശരിവെച്ച് സ്നേഹയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. സംഭവത്തിൽ ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേളൻപീടിക സ്വദേശി സ്നേഹ ആത്മഹത്യ ചെയ്തതിലാണ് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. കുട്ടിക്ക് തന്റെ നിറമല്ലെന്ന് പറഞ്ഞ് ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരണത്തിന് കാരണം ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമാണെന്ന് യുവതി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. 24-കാരിയായ സ്നേഹ സ്വന്തം വീട്ടിൽ ഇന്നലെയാണ് തൂങ്ങി മരിച്ചത്. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡനം തുടങ്ങിയിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ പരാതി. സംഭവത്തിൽ ഭർത്താവ് ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോറി ഡ്രൈവറാണ് സ്നേഹയുടെ ഭർത്താവ് ജിനീഷ്. ഇരുവർക്കും 3 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. സ്നേഹയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ജനം, കണ്ണൂർ. കൊല്ലം കൊട്ടിയത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഗുണ്ട ആക്രമണം. വടിവാളുമായി എത്തിയ സംഘം ജീവനക്കാരനെ ആക്രമിക്കുകയും സ്ഥാപനം അടിച്ചു തകർക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊട്ടിയം കണ്ണനല്ലൂർ റോഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് മാരകായുധങ്ങളുമായി എത്തിയ സംഘം ആക്രമണം നടത്തിയത്. ഇക്കഴിഞ്ഞ 21-ന് വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. കൊറ്റങ്കര പേരൂർ സ്വദേശിനി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും അടവ് മുടങ്ങുകയും ചെയ്തു. തുടർന്ന് ബാങ്കിൽ നിന്ന് യുവതിയെ ഫോണിൽ വിളിച്ച് ലോൺ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് വൈകിട്ടോടെ യുവതിയുടെ ഭർത്താവ് വിജിത്ത്, സുഹൃത്ത് സുരേഷ് എന്നിവർ സ്ഥാപനത്തിലെത്തി മാനേജറുമായി വാക്കേറ്റമുണ്ടായി. തന്റെ ഭാര്യയെ ഫോണിലൂടെ ജീവനക്കാരൻ അസഭ്യം പറഞ്ഞു എന്നാരോപിച്ച് ആക്രമണം തുടർന്നു. ഇതിനിടെ ജീവനക്കാരനായ അജിത്ത് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കയ്യിൽ വെട്ടേൽക്കുന്നത്. സ്ഥാപനത്തിലെ ഫർണിച്ചറുകളടക്കം അടിച്ചു തകർത്തിരുന്നു. ആക്രമണത്തിൽ ബാങ്കിന് 20,000 രൂപയോളം നഷ്ടം സംഭവിച്ചുവെന്ന് ജീവനക്കാർ പറയുന്നു. തുടർന്ന് ജീവനക്കാർ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച പോലീസ് അന്വേഷണം തുടരുകയാണ്. ജനം, കൊല്ലം. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ഫ്ലെക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകി യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശാണ് പരാതി നൽകിയത്. കുറ്റക്കാരെ കണ്ടെത്തുന്നതിലും കർശന നടപടി സ്വീകരിക്കുന്നതിലും കേരള പോലീസ് പൂർണ്ണ പരാജയമെന്നാണ് പരാതി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു. കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തുവെങ്കിലും അന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയില്ല. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകിയത്. കാലടിയിലെ ശങ്കരന്റെ മണ്ണിൽ സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI നേതൃത്വം കൊടുക്കുന്ന
സ്റ്റുഡന്റ് യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്, പ്രധാനമന്ത്രി അവഹേളിച്ചുകൊണ്ടും. അതും ബാബരി മസ്ജിദും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. അവർ ഇതുവഴി വർഗീയ കലാപത്തിന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് SFI ആ ക്യാമ്പസിലെ പാകിസ്ഥാന്റെ നാവായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ദൃക്സാക്ഷികളെ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദത്താൽ കേരള പോലീസ് ഇതിൽ നടപടി എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് യുവമോർച്ച പരാതി നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യുവമോർച്ച തീരുമാനിച്ചത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ല എന്നാണ് ഇവരുടെ നിലപാട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്താനിരിക്കെ തുടർച്ചയായി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണി പോലീസിന് തലവേദനയാകുന്നു. വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്താൻ ഇനി 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അടിക്കടിയുണ്ടാകുന്ന ബോംബ് ഭീഷണി ഗൗരവത്തിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചു. ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സൈബർ പോലീസിന്റെ വീഴ്ചയെന്ന നിഗമനത്തിലാണ് ഇന്റലിജൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്താനിരിക്കുന്നത് മെയ് 2-നാണ്. വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി എത്താനിരിക്കെയാണ് തുടർച്ചയായി തലസ്ഥാനത്ത് ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. വ്യാജ ബോംബ് ഭീഷണി പോലീസിനും തലവേദനയാകുന്നുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന ബോംബ് ഭീഷണി ഗൗരവത്തിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ബോംബ് ഭീഷണി ഉണ്ടെന്ന് വ്യാജ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഇതിൽ ഏറിയ പങ്കും തലസ്ഥാനത്താണ്. 2 ആഴ്ചയ്ക്കിടെ തിരുവനന്തപുരത്ത് മാത്രം 13 തവണ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട്. വ്യാജ സന്ദേശങ്ങൾ വരുന്ന ഇമെയിൽ ഉറവിടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസിനും അതൃപ്തിയുണ്ട്. ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സൈബർ പോലീസിന്റെ വീഴ്ചയെന്നാണ് ഇന്റലിജൻസ് വിഭാഗം കണക്കാക്കുന്നത്. ഇന്നലെ രാജ്ഭവൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഔദ്യോഗിക വസതി ഉൾപ്പെടെ 4 ഇടങ്ങളിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഇതിലും കൃത്യമായ ഉറവിടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം കണക്കിലെടുത്ത തലസ്ഥാനത്തെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം പൂവച്ചൽ പുളിങ്കോട് 15കാരനെ കാറിടിച്ചു കൊന്ന കേസിൽ മെയ് 6-ന് വിധി പറയും. വഞ്ചിയൂർ 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനാണ് 15കാരനായ ആദിശേഖരനെ ബന്ധു കൂടിയായ പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. ഓഗസ്റ്റ് 30-നാണ് ആദിശേഖരനെ പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. പൂവച്ചൽ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു കൊല. ആദിശേഖർ സൈക്കിളിൽ കയറാനൊരുങ്ങവേ കാറിൽ പിന്നിലൂടെ വന്ന് ഇടിക്കുകയും ശരീരത്തിലൂടെ കയറി ഇറക്കുകയുമായിരുന്നു. അബദ്ധത്തിൽ കാർ മുന്നോട്ട് നീങ്ങി കുട്ടിയെ ഇടിച്ചതെന്നായിരുന്നു പ്രതിയുടെ വാദമെങ്കിലും CCTV ദൃശ്യങ്ങളും മറ്റൊരു ബന്ധുവിന്റെ ദൃക്സാക്ഷിമൊഴിയും പുറത്തുവന്നതോടെ ക്രൂര കൊലപാതകം പുറത്തുവന്നു. തുടർന്ന് പോലീസ് കേസെടുക്കുകയും അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് വ്യക്തമാവുകയും ചെയ്തതോടെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തിരുവനന്തപുരത്ത് MST കോടതി 3-ലാണ് കേസ് വിധി മെയ് 6-ാം തീയതി വരാൻ പോവുകയാണ്. ഈ സംഭവത്തിന് ഒരു 3 മാസം മുമ്പ് കുട്ടി
പ്രതിയുടെ ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്യുകയും അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം അതിന് തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയെ ക്ഷേത്ര പരിസരത്തിൽ വെച്ച് പ്രതി കടന്നാക്രമിക്കുകയും കൈപിടിച്ച് തിരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഓഗസ്റ്റ് 30 വൈകുന്നേരം 3-ാം ഓണത്തിന് കുട്ടി കളിച്ചുകൊണ്ട് നിന്നപ്പോൾ കളി തീരുന്നത് വരെ കാറിൽ പ്രതി വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം കുട്ടി റോഡിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കുട്ടി ഇടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. മെയ് 6-ന് കേസ് വരികയാണ്. ഫലപ്രദമായി ഒരു പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ പ്രതിക്ക് ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ 302-ാം വകുപ്പാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂർ 6-ാം അഡീഷണൽ സെഷൻസ് കോടതി മെയ് 6 വിധി പറയും. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ പ്രതിയെ പിടിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ ആക്രമണം. പന്ന്യക്കര സ്റ്റേഷനിലെ SI ബാബുവിന് പരിക്ക്. പ്രതി പയ്യനാക്കൽ സ്വദേശി അർജാസ് പിടിയിൽ. മറ്റൊരു പോലീസുകാരനെ ആക്രമിച്ച കേസിൽ പ്രതിയാണ് അർജാസ്. ക്രമസമാധാന മേൽനോട്ടം പൂർണ്ണമായും DGPക്ക്. ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ കാലാവധി കഴിയും വരെ ഈ രീതിയിൽ തുടരാനാണ് സർക്കാർ തീരുമാനം. ക്രമസമാധാന ചുമതല സംബന്ധിച്ച പൂർണ്ണ ക്രമീകരണം പുതിയ DGP ചുമതലയേറ്റ ശേഷം. ക്രമസമാധാന ചുമതലയുള്ള ADGP പദവി സൂപ്പർ DGP എന്ന വിശേഷണമുള്ള അധികാര കേന്ദ്രമായി മാറിയതോടെയാണ് അങ്ങനെ ഒരു പദവി തന്നെ വേണമോ എന്ന ആലോചനയിലേക്ക് പോലീസ് കടന്നത്. 2021 മാത്രം രൂപീകരിച്ച പദവി ഒഴിവാക്കാനുള്ള ആലോചനയുടെ ഭാഗമായാണ് തൽക്കാലം ആരെയും നിയമിക്കേണ്ടെന്ന തീരുമാനത്തിലേക്കും പോകുന്നത്. നിലവിലുള്ള നോർത്ത് സോൺ, സൗത്ത് സോൺ IG-മാരാകും താൽക്കാലികമായി ക്രമസമാധാന ചുമതല നിർവഹിക്കുക. മേൽനോട്ടം പൂർണ്ണമായും DGPയുടെ നിയന്ത്രണത്തിലുമാകും. നിലവിലത്തെ DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ കാലാവധി കഴിയും വരെയാകും ക്രമീകരണം. സംസ്ഥാന പോലീസിലെ ADGP-മാരുടെ എണ്ണം പരിമിതമാണെന്നതും തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തേക്ക് നിയമനം ആവശ്യമെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ്, പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള S. ശ്രീജിത്ത് എന്നിവർക്കായിരുന്നു പരിഗണന. ഇവരിൽ ആരെങ്കിലും ക്രമസമാധാനത്തിലേക്ക് മാറ്റിയാൽ നിലവിലുള്ള ചുമതലകൾ നിർവഹിക്കുന്നത് ദുഷ്കരമാകും. പകരം നൽകാനും ആളില്ല. തുടർന്നാണ് തൽക്കാലം DGP നേരിട്ട് ക്രമസമാധാനം നിയന്ത്രിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് പോയത്. പുതിയ DGP ചുമതലയേറ്റ ശേഷം ക്രമസമാധാന ചുമതല സംബന്ധിച്ച പൂർണ്ണ ക്രമീകരണം കൊണ്ടുവരാമെന്നതാണ് നിലവിലത്തെ ധാരണ. നോർത്ത് സോണിലും സൗത്ത് സോണിലും ഓരോ ADGP-മാർക്ക് ക്രമസമാധാന ചുമതല നൽകുന്ന 2021 മുൻപുള്ള ക്രമീകരണം പുനഃസ്ഥാപിക്കാനും ചർച്ചകൾ തുടരുകയാണ്. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം വീണ്ടും കാണാം. സൈനിങ് ഓഫ്, വി വിനീഷ്.